ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. യാത്ര എവിടേക്കാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് ചേർത്തല റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ ചേർത്തല എന്നുള്ള പേര് വന്നത് ചേർത്ത തല എന്നുള്ള രീതിയിലായിരുന്നു. പണ്ടിത് വെള്ളത്തിനടിയിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നുവെന്നും പിന്നീട് ഇതൊരു ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തിലേക്ക് മാറ്റിയെടുക്കപ്പെട്ടതുമാണെന്നാണ് പറയപ്പെടുന്നത്. ഗൂഗിള് പറഞ്ഞ കഥയാണേ ഞാനിപ്പം പറഞ്ഞത്. എന്നാല് പണ്ട് ഞങ്ങള് ചെറുതായിരുന്ന സമയത്ത് ഞങ്ങള് കുട്ടികളുടെ കയ്യിലൊരു കഥയുണ്ടായിരുന്നു. ഇതില് രണ്ടിലും ഏതെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ലാട്ടോ. കഥ ദാ ഇങ്ങനെയാണേ. പണ്ടൊരു കള്ളൻ ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലെ ദേവിയുടെ എന്തോ സംഭവങ്ങളൊക്കെ എടുത്തോണ്ട് ഓടി. അങ്ങനെ കള്ളനെ പോലീസ് പിടിക്കാനായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളൻ ഓടി ഓടി പോയിട്ട് ചേറിൽ പോയിട്ട് വീണു. അങ്ങനെ ചേറിൽ തല കുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. സോ ചേറിലിരുന്ന തല ഈസ് ഈക്വൽ ടു ചേർത്തല. എന്തൊക്കെയാണല്ലേ? നമുക്ക് പോവാനായിട്ടുള്ള ജനശതാബ്ദി ട്രെയിന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ദാ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിന്റെ സമയം 8:30 ആണെങ്കിലും ഇവിടെ എത്തിയപ്പം ഏകദേശം 9 മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10:45 ആയപ്പോഴത്തേക്കും നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു ട്രെയിൻ കയറുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടിട്ടുണ്ടാവും എങ്ങോട്ടേക്കാണെന്നുള്ളത്. തൃശ്ശൂരിൽ നിന്ന് 11:30-ക്ക് ശേഷമാണ് നമുക്ക് ഗുരുവായൂർ പാസഞ്ചർ ഉള്ളത്. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം ഗുരുവായൂർ അമ്പലമാണ്. പാസഞ്ചറിൽ അങ്ങോട്ട് പോകുമ്പോൾ വലിയ തിരക്കൊന്നും കാര്യമായിട്ട് കണ്ടില്ല. സോ ഞങ്ങൾ കരുതിയത് ഗുരുവായൂരും പോകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലെന്നാണ്. പക്ഷെ ആ കണക്ക് കൂട്ടലുകൾ അത്രയും അങ്ങോട്ട് ശരിയായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. നമ്മൾ ഹോട്ടലിലേക്ക് എത്തുന്ന സമയം 12 മണി കഴിയുന്ന ഒരു ടൈമാണ്. നല്ല ചൂടെടുത്ത് വന്ന സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് എൻ്റെ മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ തണുപ്പിച്ചു. അതുമാത്രമല്ല, ഇവര് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ ഒരു ചൂടത്ത് ആ തണുത്ത ചന്ദനം അങ്ങോട്ട് നെറ്റിയിലേക്ക് തൊടുമ്പോൾ ഉണ്ടല്ലോ, അത് വേറൊരു ഫീല് തന്നെ. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ റൂമും ഇവിടുത്തെ ആൾക്കാരുടെ ഡീലിങ്സും ഒക്കെ അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. പടിഞ്ഞാറേ നടയിൽ വരുന്ന ഭവനം റീജൻസിയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞാലാണ് നമുക്ക് മീൽസ് അവൈലബിൾ ആയിട്ട് കിട്ടുക. അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ടാണ് ഊണ് കഴിച്ചത്. പിന്നെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായി. ചൂടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നല്ല ഉഗ്രം ചൂടാണ് ഈ സമയത്ത് ഇവിടെ. റൂമിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് വൈകുന്നേരം അമ്പലത്തിലേക്ക് പോവാം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവായൂർ ആകെ ഒരു തവണ മാത്രമേ ഇതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് 2023 ചേട്ടനും ഏട്ടത്തിയും ആരും ആദ്യമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. കല്യാണത്തിന് മുന്നേയുള്ള സമയങ്ങളിൽ നമ്മൾ നടത്തുന്ന കുറേ പ്ലാനുകൾ ഉണ്ടല്ലോ. അതിലൊരു കാര്യമായിരുന്നു കല്യാണത്തിന് ശേഷം നമുക്ക് വന്ന് ഗുരുവായൂർ തൊഴണം, തൃശ്ശൂർ നമ്മൾ മുന്നേ പോയ സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ. ഡാൻസ് പ്രോഗ്രാംസ് ഇങ്ങനെ സ്റ്റേജിൽ കണ്ടാൽ ഞാൻ കുറച്ചധികം നേരം ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. സ്റ്റേജിൽ ഇങ്ങനെ പരിപാടികൾ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്, നെഞ്ചൊന്ന് ഇടിക്കാറുണ്ട്. മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ വന്ന് നിറയുന്നതൊന്നും തിരിച്ചറിയാൻ പറ്റാറില്ല. അതെന്താന്നുള്ളതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും പറയാം. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തൊഴുന്നതിന് മുന്നേ ക്ലോക്ക് റൂമിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തൊഴുതതിന് ശേഷമുള്ള വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇത്. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ 2-2.5 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടും ഉണ്ടായി. ഗുരുവായൂർ വന്നാൽ ഇവിടുത്തെ വെണ്ണ, പഴം, പഞ്ചസാര ഇത് ഒരുമിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ആ വഴിപാടും ഒക്കെ എഴുതി നമ്മൾ അതും വാങ്ങിയതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. എവിടെ നിന്ന് കഴിക്കും എന്നുള്ളത് മുന്നേ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഒന്ന് നടന്നു നോക്കാം, കാണുന്നൊരു നല്ല കടയിൽ കയറാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ദാ കിഴക്കേ നടയിലുള്ള ദേ ആ കാണുന്ന കട കണ്ടോ, സെൻട്രൽ കഫേ, അവിടെയാണ് നമ്മൾ കയറിയത്. ഗുരുവായൂർ വരുമ്പോൾ നല്ലൊരു ചായ കുടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കട പ്രിഫർ ചെയ്യാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് നെയ് റോസ്റ്റ് ആയിരുന്നു. ഏട്ടൻ അതിനൊപ്പം ഒരു ചായ കുടിച്ചു. ചായ തരക്കേടില്ല എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാനും എത്തിയിട്ടുണ്ട്. സോ നാളെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാം.
ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്ന വഴി പരിപാടി തീരുന്നൊരു സമയമായപ്പോഴാണ് നമ്മൾ സ്റ്റേജിന്റെ അടുത്തേക്ക് എത്തിയത്. കുറച്ചു നേരം കൂടെ കണ്ടിരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ സംഭവം നടന്നില്ല. ഇനിയിപ്പോ നമുക്ക് വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാം. നമ്മൾ ട്രെയിനിൽ വന്നതുകൊണ്ടും നമ്മളുടെ കയ്യിൽ 2 ബാഗ് മാത്രം ഉള്ളതുകൊണ്ടും വലിയ സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടാവില്ല. ഇതുപോലെ ഉത്സവങ്ങൾക്കോ അമ്പലങ്ങളിലോ ഒക്കെ പോകുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ആദ്യം ആരും തന്നെയാണ്. വാങ്ങിക്കൊണ്ട് പോയാലും 1 2 ദിവസത്തിലധികം ഇതവിടെ ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളതറിയാം. എന്നാലും ഇപ്പോഴല്ലേ അവർക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ. വലുതാകുമ്പോൾ കുട്ടികൾക്ക് ഈ കളിപ്പാട്ടങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവണമെന്നൊന്നുമില്ല. കൂട്ടത്തില് ചെറിയ ഏതെങ്കിലും കളിപ്പാട്ടങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവന്മാർക്കായിട്ടുള്ള 2 കളിപ്പാട്ടങ്ങള് അങ്ങനെ തെരഞ്ഞെടുത്തു. ഇനി രണ്ടും ഒരേപോലുള്ളത് വാങ്ങണോ വ്യത്യസ്തമായിട്ടുള്ളത് വാങ്ങണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി എന്താകുന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ടറിയാം. അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ അമ്പലത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന കടകളും ഇത്തിരി ഇങ്ങോട്ട് മാറി നിൽക്കുന്ന കടകളും തമ്മിൽ വിലയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. 10 മുതൽ 20 രൂപ വരെ വ്യത്യാസങ്ങൾ ഓരോ സാധനങ്ങൾക്കും തോന്നുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന കൃഷ്ണന് 30 രൂപ വരെ വ്യത്യാസം രണ്ട് കടകളിലും തമ്മിലുണ്ടായിരുന്നു. അപ്പൊ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. സമയം വൈകിയത് കൊണ്ട് മമ്മിയൂരേക്കുള്ള യാത്ര ഇന്ന് നടന്നില്ല. നാളത്തേക്കാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പ്ലാൻ ഇല്ല. പുറത്തൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മമ്മിയൂരേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്ന് രാവിലെ ഉടുക്കാനായിട്ട് ഞാനൊരു സെറ്റ് സാരി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സാരി ഉടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ മുഴുവൻ ചുളിവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഉടുത്ത സാരിയെല്ലാം അഴിച്ചു മാറ്റി പിന്നെ ദാ ഇന്നലെ ഉടുത്ത ആ സാരി തന്നെ ഞാൻ വീണ്ടും എടുത്തുടുത്തു. രാവിലെ കുറച്ച് സമയം നഷ്ടമായതിന്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. ഇപ്പൊ ഏകദേശം സമയം ഒരു 7 7:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് വീട്ടിലേക്കായിട്ടും പായസം വാങ്ങേണ്ടതുണ്ട്. ഏട്ടന്റെ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും പാൽപ്പായസം കേടുവരുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് നെയ്പായസവും എൻ്റെ വീട്ടിലേക്ക് പാൽപ്പായസവും വാങ്ങാനാണ് തീരുമാനിച്ചത്. പക്ഷെ ഇവിടെ എൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതെന്താന്ന് ഞാൻ പറയാട്ടോ. നിങ്ങൾക്കെങ്കിലും ഗുരുവായൂർ പോകുമ്പോൾ ഇതൊരു ഉപകാരം ആയിക്കോട്ടെ. നെയ്പായസം വാങ്ങുമ്പോൾ നമുക്ക് വലിയ തിരക്കില്ലാതെ തന്നെ കൗണ്ടറിൽ നിന്ന് നെയ്പായസം വാങ്ങാൻ സാധിക്കുന്നതാണ്. എന്നാൽ പാൽപ്പായസത്തിന്റെ കേസിൽ അങ്ങനെയല്ല. പാൽപ്പായസം വാങ്ങാനായി നമ്മൾ വഴിപാട് കൗണ്ടറിൽ രസീത് എഴുതുമ്പോഴേ അവർ ചോദിക്കും പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത്. പാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 20 രൂപ ലാഭിക്കാം. അതല്ല പാത്രം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് 20 രൂപ അടച്ചു കഴിഞ്ഞാൽ ഡപ്പ വാങ്ങാൻ പറ്റുന്നതാണ്. ഡപ്പ കൂടെ ചേർത്തിട്ടുള്ള വിലയാണ് 100 രൂപ എന്നുള്ളത്. ദേ ആ കാണുന്ന ഡപ്പ കൗണ്ടറിൽ നിന്ന് ഡപ്പയും വാങ്ങിയിട്ട് നമ്മളിവിടെ ക്യൂ നിൽക്കേണ്ടതുണ്ട്. ഇനി ക്യൂ നിന്നത് കൊണ്ട് മാത്രം കാര്യം കഴിഞ്ഞില്ല. 9 മണിക്ക് ശേഷം ഏകദേശം 9:30ക്ക് മുന്നേ ആയിട്ടാണ് ഈ കൗണ്ടർ ഓപ്പൺ ആകുന്നത്. ഇത് ക്യൂവിൽ നിന്ന പല ആൾക്കാരും എന്നെ പോലെ തന്നെ വൈകിയാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ക്യൂ ഒക്കെ നിന്നതിന് ശേഷം പായസവും വാങ്ങിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. ഇന്നലെ രാത്രി പറഞ്ഞ ആ ചായ ഞാൻ ഇന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഉണ്ടായ ഗീ റോസ്റ്റ് വേറൊരു രൂപത്തിലാണ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ നേരെ മമ്മിയൂരേക്ക് പോയത്. മമ്മിയൂരും പുറത്തൊരു ക്ലോക്ക് റൂം നമ്മൾ കണ്ടിരുന്നു. ആക്ച്വലി അവിടെ ക്ലോക്ക് റൂമിൽ സാധനങ്ങൾ വെക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അകത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയാത്തത് കൊണ്ട് അകത്തേക്ക് നമ്മൾ ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അകത്തേക്കുള്ള ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. മമ്മിയൂർ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ സാധാരണയിലും തിരക്ക് ഇവിടെ കുറവായതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ റൂമിൽ വന്ന് റെഡിയായി ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് നമ്മളിതേ തിരിച്ച് യാത്ര തിരിക്കുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മളൊരു സ്ഥലത്ത് കൂടെ പോകുന്നുണ്ട്. അതെങ്ങോട്ടേക്കാണെന്നുള്ളത് വഴിയെ പറയാട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങി ബസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നു. അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറി അങ്ങനെ ഇരിക്കുകയാണ്. ബസ് എടുക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ബസ്സിന്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ഈ ബസ് എത്രയും വേഗം എടുത്താൽ മതി എന്നായിരുന്നു ആഗ്രഹം. അത്ര ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലത്തെയും ഇന്ന് രാവിലത്തെയും പോലെ സാരിയല്ല ഉടുത്തേക്കുന്നത് എന്നുള്ളത് ഒരു സമാധാനമായിരുന്നു. ബസ് സ്റ്റോപ്പിന് അരികിലായി ഉണ്ടായിരുന്ന കുട്ടികളുടെ പാർക്കിലെ കണിക്കൊന്ന മരം
വിഷുക്കാലം എത്തിയെന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ടായി. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മളുടെ ബസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബസ് നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. അതായത് പൂങ്കുന്നം അമല വഴി തൃശ്ശൂരിലേക്ക്. ഇത് എടുത്തു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ സ്റ്റേ ചെയ്തിരുന്ന പ്ലേസ് ആണ് അമലനഗർ എന്നുള്ളത്. അമലനഗറിൽ ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് പോകാനുള്ള ട്രെയിനിന്റെ സമയവും മറ്റൊരു സ്ഥലത്തേക്കും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം അമലനഗറിൽ ഇറങ്ങുക എന്നുള്ളത് സാധ്യമായിരിക്കില്ല. അമലനഗർ എന്ന് പറയുന്നത് നമ്മുടെ അമല ഹോസ്പിറ്റൽ സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ടായിരുന്നത് പെരുവല്ലൂരുള്ള മദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു. കോളേജും അമലനഗറും തമ്മിൽ ഏകദേശം 8 കിലോമീറ്ററോളം വ്യത്യാസം ഉണ്ടായിരുന്നു. ആദ്യത്തെ സെമ്മിൽ ഞങ്ങൾ എല്ലാവരും തന്നെ ഹോസ്റ്റലിൽ, അതായത് കോളേജ് ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ നിന്ന് നമുക്ക് മാറേണ്ടി വന്നിരുന്നു. ഹോസ്റ്റൽ പൂട്ടുകയും ചെയ്തിരുന്നു. അമലനഗറിലെ ഈ ദുർഗാ ബേക്കറി ഞങ്ങളുടെ സ്ഥിരം പ്ലേസ് ആയിരുന്നു. അവിടുത്തെ ആന്റണി ചേട്ടനും ബിന്ദു ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല സ്നേഹമായിരുന്നു. പിന്നെ ദേ ഈ കാണുന്ന PVK കോംപ്ലക്സ് ഇല്ലേ, ഇവിടെയായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റല്. ഇറങ്ങാൻ പറ്റാത്തതിന്റെ വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണമല്ലോ. അപ്പൊ എന്തായാലും ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്ന സ്ഥലം കാണിച്ചു തരാം. ഇത് നമ്മുടെ വടക്കേ സ്റ്റാൻഡിന്റെ അടുത്തുള്ള ശക്തൻ തമ്പുരാൻ മ്യൂസിയം ആണ്. ഇനി ഈ സ്ഥലത്തിന് എന്താ പ്രത്യേകത എന്നല്ലേ, ഞങ്ങളെ രണ്ടുപേരെയും പേഴ്സണലി അറിയുന്ന ആൾക്കാർക്കൊക്കെ ഈ സ്ഥലം ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഓൾറെഡി അറിയാമായിരിക്കും. 2014 ആദ്യമായിട്ട് തൃശ്ശൂരിലേക്ക് ഞാൻ പഠിക്കാനായി വരുന്നത് PC തോമസിന്റെ എൻട്രൻസ് കോച്ചിങ് സെന്ററിലായിരുന്നു. അവിടെ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ, പഠിത്തവും കാര്യങ്ങളും മാത്രമായിരുന്നു. അവിടെ നമ്മൾ തൃശ്ശൂർ അങ്ങനെ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. 2015 ഞാൻ BSc സൈക്കോളജി പഠിക്കാനായിട്ട് തൃശ്ശൂരിലേക്ക് വീണ്ടും വരുന്നത്. അതേ വർഷം ഡിസംബർ മാസത്തിലാണ് ഞാൻ ഏട്ടനോട് യെസ് പറയുന്നത്. അങ്ങനെ പ്രണയം പൂത്തിലഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ 2016 ഇടയ്ക്ക് ഏട്ടൻ എന്നെ കാണാൻ വരുമായിരുന്നു. അന്ന് ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ചിൽഡ്രൻസ് പാർക്കിലായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിൽ വന്നപ്പോൾ ഈ സ്ഥലം എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇവിടെ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നത് പോലെ ഉണ്ട്. അന്ന് കുറച്ചും കൂടെ ഭംഗിയായിട്ടായിരുന്നു സ്ഥലം കിടന്നിരുന്നത്. അങ്ങനെ 2016 ഏതോ ഒരു മാസത്തിൽ ഞാനും ഏട്ടനും ഈ സ്ഥലത്ത് വന്നു. പിന്നീട് ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ള പോക്ക് പതുക്കനെ അങ്ങനെ നിർത്തി. പിന്നീട് അങ്ങോട്ട് ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിന്റെ ഈ ബട്ടർഫ്ലൈ ഗാർഡൻ ഞങ്ങളുടെ സ്പേസ് ആണ് എന്ന് ഞങ്ങൾ അങ്ങ് കണക്കാക്കി. ഈ പ്രണയിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്രയും കാലവും ഞങ്ങൾ ഒരേ പാറ്റേണിലാണ് ഈ സ്ഥലത്ത് വന്നിരുന്നത്. ഏട്ടൻ എന്നെ അധികവും കാണാൻ വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഞായറാഴ്ച ദിവസത്തിലെ ഉച്ച സമയത്തായിരിക്കും. അന്ന് ഞങ്ങൾ ഇവിടെ വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള മനസ്സ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ബിരിയാണിയും ഒരു ലൈം ജ്യൂസും കുടിക്കും. അവിടുന്ന് പിന്നെ നേരെ വന്ന് ഈ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലിരുന്ന് ഒരു 1.5 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ വരെയാവും, ദാ ആ കാണുന്ന മരച്ചവിട്ടിലിരുന്ന് കുറേ വർത്താനങ്ങൾ പറയും. വർത്താനത്തിന് ഒരു ക്ഷാമവും ഇല്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ 2 മണിക്കൂറോളം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടാവില്ല. ഇവിടുന്ന് പിന്നെ KSRTC സ്റ്റാൻഡ് വരെ അധികം തവണയും ഞങ്ങൾ നടക്കുകയാണ് ചെയ്യാറ്. പിന്നെ ചിലപ്പോഴൊക്കെ ഓട്ടോയിലും പോവാറുണ്ട്. KSRTC സ്റ്റാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ അടുത്തുനിന്നൊരു ചായക്കടയിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഹോസ്റ്റലിലേക്കും ഏട്ടൻ നേരെ എറണാകുളത്തേക്കും പോകും. ഞങ്ങൾ പ്രണയിച്ചിരുന്ന കാലം അത്രയും ഇതേ കാര്യങ്ങൾ സെയിം ലൂപ്പിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഇതേ കാര്യങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പലയിടങ്ങൾ ഞങ്ങൾ കണ്ടെത്തുമായിരിക്കാം. എന്നാൽ ഇതുപോലൊരെണ്ണം അതിവിടെ മാത്രമാണ്. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അരമന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. മെമ്മറീസ് റീക്രിയേറ്റിനായിട്ട് മനസ്സിലേക്ക് പോകാൻ ഇന്നൊരു വഴിയില്ലാതെ ആയിപ്പോയി. കാരണം മനസ്സിന്നൊരു ബാറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബിരിയാണിയും ലൈം ജ്യൂസും അഭിയേട്ടൻ്റെ ഗുളുഗുളു എഫക്റ്റും. UG കാലഘട്ടത്തിലെയും PG കാലഘട്ടത്തിലെയും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഈ ഗുളുഗുളു എഫക്റ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് ഈ ഗുളുഗുളു എഫക്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ ഒരു ബിരിയാണി നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഒരു തണുത്ത ലൈം നമ്മൾ കുടിക്കുക. അപ്പോൾ നമ്മളുടെ ഈ നിറഞ്ഞിരിക്കുന്ന വയറിൻ്റെ ഇടയിലൂടെ ഈ ലൈം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു ഗുളുഗുളു ഫീല് നമുക്ക് തോന്നും. അങ്ങനെ നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഏറനാട് ട്രെയിനിൽ നല്ല തിങ്ങി ഞെരിഞ്ഞാണ്. എന്തായാലും ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ.